AD 570 അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മക്കയിൽ ജനിച്ചു. മുഹമ്മദ് നബി അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ അപ്പൻ അബ്ദുള്ള മരിച്ചു. അതിനുശേഷം മുഹമ്മദ് നബിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മ ആമിനയെ മരിച്ചു. അങ്ങനെ മുഹമ്മദ് നബി ഒരു അനാഥബാലനാകുന്നു. എന്നാൽ വല്യപ്പൻ മുഹമ്മദ് നബിയെ എടുത്തു വളർത്തുന്നു. അദ്ദേഹം പിന്നെ രാട്ടയുടേനായും ജീവിക്കുന്നു. ഈ വല്യപ്പൻ മരിച്ചതിന് ശേഷം മുഹമ്മദ് നബിയുടെ അങ്കിൾമാരാണ് പിന്നെ മുഹമ്മദ് നബിയെ നോക്കുന്നത്. അങ്ങനെ 23 വർഷം അദ്ദേഹം എല്ലാവർക്കും ഒരു സത്യസന്ധനായി അറിയപ്പെട്ടു. അദ്ദേഹത്തെപ്പറ്റി ഒരു മോശമായ വർത്തമാനം പോലും അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞിരുന്നില്ല. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ ഒരു ധനികയും വിധവയും 4 കുട്ടികളുടെ അമ്മയുമായ അതും 40 വയസ്സുള്ള ഖദീജയെ മുഹമ്മദ് നബി വിവാഹം ചെയ്യുന്നു. 25 വർഷത്തോളം അവർ വളരെ നല്ല ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത്. എന്നാൽ മക്കയിലെ കാട്ടറിബുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സമൂഹം സർവ്വതരം അധർമ്മങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പെൺകുട്ടികൾ ജനിച്ച ഉടനെ ജീവനോടെ അവർ മരുഭൂമിയിൽ കുഴിച്ചുമൂടുമായിരുന്നു. കബയുടെ ചുറ്റും സ്ത്രീ പുരുഷന്മാർ നഗ്നരായി പ്രദക്ഷിണം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇനിയും പറയാൻ വയ്യാത്ത മ്ലേച്ഛകരമായ കാര്യങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത് മുഹമ്മദ് നബിയെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. ഇതെല്ലാം കണ്ട് സഹിക്കവയ്യാതെ അദ്ദേഹം 40 വയസ്സിൽ ജബലന്നൂർ എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ഹിറ എന്നൊരു ഗുഹയുണ്ടായിരുന്നു. അവിടെ പോയിരുന്ന് ധ്യാനിക്കുക പതിവാക്കി. ഇതൊന്നും കാണാൻ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശമായ ഖുർആൻ ജിബ്രേൽ മലാഹ് മുഖേന മുഹമ്മദ് നബിക്ക് ലഭിക്കുന്നത്.